പാലാ മുണ്ടുപാലത്ത് തറവാടെന്ന തട്ടുകട നടത്തുന്ന ബാബു ജോസഫ് പാലത്തുങ്കൽ എന്നയാൾ കെട്ടിട ഉടമ കടയടപ്പിച്ച് പൂട്ടി ഇറക്കിവിടാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പാലാ നഗരസഭയുടെ മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. വിവിധ രാഷ്ട്രീയ നേതാക്കളും സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു. വാർഡ് കൗൺസിലർ കൂടിയായ മുനിസിപ്പൽ ചെയർമാൻ ഒത്താശ ചെയ്യുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് പാലാ മുനിസിപ്പാലിറ്റിയുടെ നീക്കത്തിനെതിരെ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ ഭാര്യയും മകളും അമ്മയും അടക്കം സകുടുംബം എത്തിയാണ് ധർണാ സമരം നടത്തിയത്. ഇപ്പോൾ താൻ തട്ടുകട നടത്തുന്ന കെട്ടിടത്തിന് നമ്പർ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് തട്ടുകട പൂട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നതെന്ന് ബാബു പറഞ്ഞു. ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു. ജോലി ജീവിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ വൈഫും കുട്ടിയും ഉമ്മയും എല്ലാവരും ഉണ്ട്. അവരെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു കട വാങ്ങിച്ചു. ആ കട വാങ്ങിക്കുന്ന സമയത്ത് ബിൽഡിംഗ് ഓണറുമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിച്ചാണ് ഞാനിത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് മുൻപ് നടത്തിക്കൊണ്ടിരുന്ന ആളോ ഈ ബിൽഡിങ്ങിൻ്റെ ഓണറോ ഇതിന് കെട്ടിടത്തിന് ബിൽഡിങ്ങിന് നമ്പറില്ലെന്നോ ലൈസൻസ് ഇല്ലെന്നോ ഉള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അവരുടെ സാന്നിധ്യത്തിൽ ബിൽഡിംഗ് ഉടമയുടെ കടയിലിരുന്നാണ് എഗ്രിമെൻറ്റ് വെച്ച് 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ 10 ലക്ഷം രൂപ പഴയ നടത്തിപ്പുകാരനും, അതായത് നടത്തിപ്പുകാരൻ ബിൽഡിംഗ് ഓണർ ആ ബിൽഡിങ്ങിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ആദ്യത്തെ നടത്തിപ്പുകാരനോട് ചെയ്തോളാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ പൈസ തരാമെന്ന്. അയാൾ പിരിഞ്ഞു പോകുമ്പോൾ ആ പൈസ അയാൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്നോട് ബിൽഡിംഗ് ഉടമ തന്നെ പറഞ്ഞു 10 ലക്ഷം രൂപ അവിടെ കൊടുത്തു. ഞാൻ സാക്ഷിയാണ്. അതിൻ്റെ പേപ്പറുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടായി ഞാനിപ്പോൾ എല്ലാം കാണിക്കാം. എൻ്റെ ഒന്നാം സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നു ഈ കെട്ടിട ഉടമ തന്നെയാണ്. അപ്പോൾ നമുക്ക് കെട്ടിട ഉടമ ഇങ്ങനെ ഒന്ന് കട നടത്തിക്കുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തി. പക്ഷേ 5 വർഷം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്നുള്ള വിവരോ ബിൽഡിംഗ് നമ്പറില്ലെന്നുള്ളത് എനിക്കറിയില്ല. വാടകച്ചിട്ട് കട തുടങ്ങിയിട്ട് 15 ദിവസത്തിന് ശേഷം വാടകച്ചിട്ട് എഴുതിയിട്ട് അത് ഒപ്പിടാനായിട്ട് എന്നെ വിളിക്കുമ്പോൾ ചെല്ലുമ്പോഴാണ് വാടകച്ചിട്ട് എഴുതിയിരിക്കുന്നു ഇത്ര നമ്പർ സർവേയിൽപ്പെട്ട കെട്ടിടം മുനിസിപ്പൽ അസസ്മെൻറ്റിന് കൊടുത്തിരിക്കുന്ന കെട്ടിടം എനിക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കുന്നതാണ്. ഒരു 15 ദിവസമായിട്ട് നമ്പറിട്ട് കിട്ടുന്നതാണ്. വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ 5 വർഷത്തോളം ഞാനിത് നടത്തി. ഈ 5 വർഷം നടത്തിയപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഞാൻ 10,000 രൂപ വീതം കോട്ടയത്ത് കളക്ടറേറ്റിൽ പോയി ഫൈൻ അടച്ചിട്ടാണ് വീണ്ടും ഞാനിത് തുറക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ മുന്നോട്ട് തുറന്നു പോകാൻ പാടില്ല. എന്നാൽ ബിൽഡിംഗ് ഉടമ ഇതിൻ്റെ നമ്പർ എടുക്കാൻ തയ്യാറാണ്. 10 വർഷമായിട്ട് എന്തുകൊണ്ട് പുള്ളി ഇതിന് തയ്യാറാകുന്നില്ല? ഇതിന് വരുന്ന മുഴുവൻ നഷ്ടങ്ങളും ഞാനാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. മുൻപ് കട നടത്തിയിരുന്ന വ്യക്തിയിൽ നിന്നും 10 ലക്ഷം രൂപ നൽകിയാണ് താൻ ഈ കട വാങ്ങിയതെന്നും ആ സമയത്ത് കെട്ടിടത്തിന് നമ്പർ ലഭിച്ചിട്ടില്ല എന്നും കെട്ടിട ഉടമയോ മുൻ നടത്തിപ്പുകാരനോ പറഞ്ഞിട്ടില്ല എന്നും ബാബു ആരോപിച്ചു. കെട്ടിടത്തിന് നമ്പറില്ല എന്ന് അറിയാമായിരുന്ന മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 10 വർഷം എന്തു ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. മുമ്പ് കട നടത്തിയിരുന്ന ആൾക്ക് 10 ലക്ഷം രൂപ നൽകിയാണ് കട ഉപകരണങ്ങൾ സഹിതം ഏറ്റെടുത്ത് 2 ലക്ഷം രൂപ കെട്ടിട ഉടമയ്ക്ക് ഡെപ്പോസിറ്റ് നൽകുകയും ചെയ്തു. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മുനിസിപ്പാലിറ്റി ജീവനക്കാർ വണ്ടിയുമായി എത്തുകയായിരുന്നുവെന്ന് ബാബു ജോസഫ് ആരോപിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു. i4A ന്യൂസ് പാലാ.